പ്രിയമുള്ള സുഹൃത്തുക്കൾക്ക്, നിങ്ങൾക്കെല്ലാവർക്കും ഈ കൊച്ചനുജൻ്റെ കലാവിരുന്നിലേക്ക് പിത്തേ. വലിയ ജർമ്മൻ ഭാഷ നിങ്ങളുടെ ഭാഷകളൊന്നും അറിയില്ലെങ്കിലും വന്നോടം കൊണ്ട് കുറച്ച് ഭാഷകളൊക്കെ പഠിച്ചതല്ല, പഠിക്കാതെ കണ്ട് ഒന്നും തിന്നാൻ കിട്ടില്ല എന്ന് മനസ്സിലായി. പിന്നെ ഒന്ന് പറയാനുണ്ട്, ഞാൻ വലിയ വലിയ രാജ്യങ്ങളൊന്നും പോയി കാണാത്ത ഒരാളാണ്. എന്നെ ഒരു സിനിമാ താരമായിട്ട് ആരും കാണരുത്. ഞാൻ സിനിമാ നടനല്ല, ഞാനൊരു സാധാരണക്കാരനായ ഒരു മണിയാണ്. ഒരു കൂലിപ്പണിക്കാരൻ്റെ മകനായ രാമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു 10ാം ക്ലാസ്സും ഗുസ്തിയും കഴിഞ്ഞ് മലയാള സിനിമയിലേക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി, പിന്നെ കലാഭവനിൽ മിമിക്രി ആർട്ടിസ്റ്റായി, അങ്ങനെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ച ഒരു കലാകാരനാണ് ഞാൻ. തീർച്ചയായും എന്നിലുള്ള കഴിവുകൾ നിങ്ങളിൽ കാണിക്കുക, നിങ്ങളിൽ നിന്നുള്ള പൈസ മാക്സിമം മേടിക്കുക എന്നുള്ളൊരു പരിപാടിയോട് കൂടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ ഈ കൊച്ചു കൊച്ചു പരിപാടികളായിട്ട് അങ്ങനെ കുറേശ്ശെ പരിപാടികളായിട്ട് കലാഭവൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് പറയാറുണ്ട്, മണി ഇവിടെ വരണം, നമുക്ക് പോകണം, അവിടെ നമ്മുടെ കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ്. ഏറ്റവും കൂടുതൽ സഹായങ്ങൾ എത്തുന്നത് കലാഭവനായാലും റോമിൽ നിന്നും ഇപ്പോൾ ലണ്ടനിൽ നിന്നും അങ്ങനെ ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമാണിത്. ഞാൻ അങ്ങനെ കലാഭവനിൽ നിന്ന് അറിഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിന്ന് ആ കലാഭവനിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഒരാളാണ് ഞാനും സിനിമയിലേക്ക് എത്തിയത്. എന്താ എല്ലാവരും നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് മലയാള സിനിമയിൽ എല്ലാവർക്കും തിരക്കുള്ള കൂട്ടത്തിൽ ഈ കറുത്ത മുത്തുന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ, കരിമ്പൂതോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിസംബോധന ചെയ്യാം, കുഴപ്പമില്ല. എനിക്കും കുറച്ച് തിരക്കായി. അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നാദസരായൻ്റെ തുള്ളിൽ ഫിറ്റ് ചെയ്ത് കൊടുക്ക്. എല്ലാവരുടെ മടിയിൽ ഓരോ ട്രോഫി ഉണ്ട് എല്ലാവർക്കും. ഇതിനൊക്കെ എവിടെ നിന്ന് സമയം കാണണമെന്ന് എനിക്കറിയാനില്ല പൊന്നിയങ്ങായി. സംഭവം എനിക്ക് ഈ അടുത്തൊരു ട്രോഫി കിട്ടി. അത് വോൾട്ടേജ് പോരാ. ഒന്നടി തിരിച്ചൻ അത് കറക്റ്റാ. പക്ഷെ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു അനിയൻ ഇവിടെ ഉണ്ടെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കറക്റ്റാണ്, വെരി ഗുഡ്. ഞാൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, മനഃപൂർവ്വമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ പരിപാടികളായിട്ട് കലാഭവൻ്റെ കൂടെ പ്രോഗ്രാമിനായിട്ടും അങ്ങനെയായിട്ട് ഒരുപാട് സ്റ്റേജുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പം അടുത്ത് ദുബായ് പരിപാടിക്ക് ഞാൻ, നാദൃശ, ദിലീപ്, മഞ്ജു വാര്യർ, എൻ്റെ സ്വന്തം ഭാര്യ എല്ലാവരും കൂടി പോയിപ്പോൾ എനിക്ക് പല സ്ഥലങ്ങളിലും മുമ്പ് ഈ ഭാഷയുടെ വലിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ഭാഷ കാര്യമായിട്ട് സംസാരിക്കാറിയാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവിടെ ദുബായി ചെന്നപ്പോൾ ഞങ്ങളുടെ വിസയ്ക്ക് ചെറിയൊരു പ്രശ്നം, വിസയുടെ പ്രശ്നം വന്നപ്പോൾ നാദൃശയാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണത്. നാദൃശ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അറബി ചോദിച്ചു, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്താന്ന് ചോദിച്ചത്. അപ്പം നാദൃശ മുസ്ലിം ആണല്ലോ, നാദൃശയ്ക്ക് അറബി അറിയാലോ എന്ന് ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല, ഞാൻ രക്ഷപ്പെട്ടു. അവൻ എന്തെങ്കിലും മറുപടി പറയലോ എന്ന് വിചാരിച്ചു. അപ്പം നാദൃശ പറഞ്ഞു, അത് അറബി പറഞ്ഞു, അവനെ പിടിച്ച് മാറ്റി നിർത്താൻ പറഞ്ഞു. അങ്ങനെ ദിലീപിൻ്റെ അടുത്ത് ചോദിച്ചു, ദിലീപിന് അറിയില്ല. ദിലീപിൻ്റെ അടുത്ത് പറഞ്ഞു, അവനെ പിടിച്ച് ഉള്ളിലിടാൻ. എന്നെ കണ്ടപ്പോഴേ ഈ അറബിക്ക് ഒരു കള്ളലക്ഷണം ഫീൽ ചെയ്തു. എൻ്റെ അടി മുതൽ മോള് വരെ ഒന്ന് നോക്കിയിട്ട് അറബി ചോദിച്ചു, ഞാൻ പറഞ്ഞു, എനിക്ക് വിസ അടിച്ചു തന്നു. എനിക്ക് അപ്പം തന്നെ വിസ അടിച്ചു തന്നു. ഈ അറബി ഇപ്പോഴും താടിക്ക് കൈ കൊടുത്തിരിക്കും. എന്ത് പണ്ടാറവും പറഞ്ഞത്. അറബിയുടെ ധാരണ ഞാൻ കാട്ടറബിയാന്നാ. കാരണം കാട്ടറബി ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് അടി കഴിയും. ഞാൻ പറഞ്ഞു മറ്റൊന്നല്ല, ഉല്ലത്തഹമഫിലാത്തി വല്ല നൂർത്തിനെ ശരിയാക്കിയതായോ. പക്ഷെ എനിക്ക് വിസ അടിച്ചു കിട്ടി. അപ്പൊ ഭാഷ ഒരു പ്രശ്നമല്ല. ഞാൻ അമേരിക്ക പരിപാടിക്ക് പോയി. ഇതിപ്പോൾ പള്ളിയിലെ അച്ഛന്മാർ പറഞ്ഞ മാതിരി ഞാൻ അമേരിക്കയിലൂടെ പോകുമ്പോഴോ എന്നല്ല പറഞ്ഞു. ഞാൻ പോയ സ്ഥലങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അമേരിക്ക പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ വസ്ത്രം കണ്ടപ്പോൾ എനിക്കൊരു പാട്ട് എഴുതുന്നു തോന്നി. ഞാനപ്പോൾ അവരുടെ വസ്ത്രത്തെ പറ്റിയൊരു പാട്ടുണ്ടാക്കി. മറ്റൊന്നല്ല, അവിടത്തെ പെമ്പിള്ളേരുടെ ആവേശവിധാനം ചന്തയിലെ മൂലികളെ പോലെ അവിടത്തെ പെമ്പിള്ളേരുടെ ആവേശവിധാനം ചന്തയിലെ മൂലികളെ പോലെ മലവെള്ളപ്പാച്ചിലതില്ലല്ലോ
കളവെള്ളപ്പാച്ചിലതില്ലല്ലോ പിന്നൊന്തിനു കൊച്ചേ മുട്ടോളം ഇറക്കം പാവാട പാത്തരികിട്ട തിമർത്തൈ നാലാള് കൂട്ടണ സമയത്ത് ഒന്ന് കുമ്പിട്ട് പോയാൽ ജനഗണമന അപ്പ പാടുല്ലോ പാത്തരികിട്ട തിമർത്തൈ ആ പാവാട ഇട്ടിട്ട് കുനിഞ്ഞു കഴിഞ്ഞാൽ ജനഗണമനയല്ല ജാരേ ജഗാം സച്ച വരെ പാടും. അപ്പൊ ആ വസ്ത്രത്തെ പറ്റി ഒരു പാട്ടായിരുന്നു ഞങ്ങളുടെ നാടൻ പാട്ട്. എൻ്റെ അച്ഛൻ സാധാരണ കുറച്ച് അല്പം മദ്യപിക്കുന്ന കൂട്ടത്തില്ല. ആളല്പം 2 സ്മോളൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരും. കുറച്ച് നാടൻ പാട്ടുകളൊക്കെ അറിയാം, അത് അദ്ദേഹം പാടും. ആ പാട്ട് കേട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് ഗാനങ്ങളാണ് ഞാൻ ഇന്ന് കാസറ്റിലൂടെ ഇറക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ പാട്ട്, എൻ്റെ അച്ഛൻ വെള്ളടിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനെ പറ്റി എഴുതിയ പാട്ടാണ്. ഉള്ളി കിടക്കണ കള്ളിന്റെ മൂപ്പന്റെ കുട്ടിക്കുറുമ്പന്റെ കെട്ടിയോന്ന്, ഉള്ളി കിടക്കണ കള്ളിന്റെ മൂപ്പന്റെ കുട്ടിക്കുറുമ്പന്റെ കെട്ടിയോന്ന്, നേരം വെളുപ്പിന് വന്നപ്പോ തൊട്ട് തുടങ്ങിയതല്ലേ കളി തൊന്തറവ്, നേരം വെളുപ്പിന് വന്നപ്പോ തൊട്ട് തുടങ്ങിയതല്ലേ കളി തൊന്തറവ്. ആ പാട്ട് എഴുതിയ അച്ഛന് ഭയങ്കര വിഷമായി. ഇത് കൂടാണ്ടൊരു പാട്ട് എഴുതി, ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ ചേട്ടന് വിഷമായി. ആ പാട്ട് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ ടേപ്പ് റിക്കാർഡിൽ ഇട്ടപ്പോൾ എൻ്റെ ചേട്ടൻ ടേപ്പ് റിക്കാർഡ് എടുത്ത് താഴെ തല്ലി പൊട്ടിച്ചു. വേറൊന്നല്ല, പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാകല്ല വേല ഇത്, എൻ്റെ മോളെ കഷ്ടത്തിലാകല്ല വേല ഇത്. എൻ്റെ ചേട്ടൻ്റെ പേര് വേലായുധനാ. ഇതെവിടെ കൊണ്ടുപോകണ ഏട്ടായിരിക്കില്ല അമ്പ് അവിടെ വയ്ക്കേ, അവിടെ ഹൗസിങ് അവിടെ വയ്ക്കാൻ അവിടെ ഇരിക്കട്ടെ. ഈ മുതിരക്കാട്ടിൽ മൊയിൽ പോണമാതിരി കൂടെ ഇറങ്ങി ഓടി നടക്കരുത്. അപ്പോൾ അങ്ങനെ കൊച്ചു പാട്ടുകൾ കിട്ടി, നമ്മളത് കാസറ്റുകളിലാക്കി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു. നിങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നു, നിങ്ങൾ കാസറ്റ് വാങ്ങിക്കുന്നു. നിങ്ങൾ തന്ന ഓരോ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിനൊരായിരം നന്ദിയുണ്ട്. ഇന്ന് മലയാള സിനിമയിലേക്ക് ഞാൻ വരാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ സല്ലാപം എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ മാത്രമാണ് ഞാൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. ആ സിനിമയിലേക്ക് കടന്നു വരാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞങ്ങളുടെ എല്ലാം നാട്ടുകാരനായ ചാലക്കുടിക്കാരനായ പ്രിയപ്പെട്ട സുന്ദർദാസ് സാറാണ്. അദ്ദേഹമാണ് സല്ലാപം എന്ന ചിത്രത്തിൻ്റെ ഡയറക്ടർ. ഇന്ന് ഈ പരിപാടിയുടെ ഡയറക്ടറും സുന്ദർദാസ് സാറാണ്. അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സഹൃദയരെ, കലാപ്രേമികളെ, മണി പറഞ്ഞ പോലെ തന്നെ ഇവിടെ താരബാഹുല്യങ്ങളില്ല, താരബഹളങ്ങളില്ല. കല അറിയാവുന്ന കൊച്ചു കലാകാരന്മാരുടെ ഒരു കൊച്ചു പരിപാടി, അതാണ് മണികിലുക്കം എന്ന ഹാസ്യ ശില്പം. ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഉത്സവപ്പറമ്പുകളിലെ ഉത്സവങ്ങളുടെ ആരവം, കേരളീയ ജീവിതത്തിൻ്റെ സ്പന്ദനങ്ങൾ, സ്ഥലത്തെ ദിവ്യന്മാരുടെ മൂഢജൽപ്പനങ്ങൾ, ഇതെല്ലാം ഹാസ്യത്തിൽ പൊതിഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സല്ലാപം എന്ന ചിത്രമാണ് എൻ്റെ ആദ്യത്തെ ചിത്രം. അതേപോലെ തന്നെ അതിലും താരങ്ങളുണ്ടായിരുന്നില്ല, പുതുമുഖങ്ങൾ തന്നെയായിരുന്നു. മണി, മഞ്ജു വാര്യർ, ദിലീപ് അതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഹീറോ എന്ന നിലയിൽ ഒറ്റയ്ക്ക് അഭിനയിക്കുന്ന ചിത്രമാണ് സല്ലാപം. അങ്ങനെ സല്ലാപം ചിത്രീകരണം കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ ആവേശപൂർവമായ ഒരു സ്വീകരണമാണ് ഞങ്ങളുടെ എൻ്റെ ശില്പികൾക്ക് കിട്ടിയത്. മണികിലുക്കം എന്ന ഹാസ്യശില്പം ഞങ്ങൾ അവതരിപ്പിച്ച് തുടങ്ങുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ എത്തിക്കാനുള്ള കാരണക്കാര് വിയന്നയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുറച്ച് അച്ചായന്മാരാ. ബാബുച്ചയൻ, പിന്നൊരു ബാബുച്ചയൻ, പിന്നൊരു ടോമി, പിന്നെ സിജോ, പിന്നെ ജേക്കബ്, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ജിയോ. അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പരിശ്രമം കൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കൊണ്ട് കെട്ടിയ ഞാനല്ല, അതിന്റെ പാപ്പന്മാരാ. അതവിടെ കെട്ടിയ തനിക്കുന്ന കുഴപ്പം. ഞാനിപ്പോ അതിന് ചവിട്ടി പപ്പട പരിവും പോലെ ആക്കിയാന്. ഇത് ചോദിക്കാൻ താനാരാ, അത് ചോദിക്കാൻ നീ ആരാ? എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് കലാഭവൻ മണി. നീ കലാഭവൻ മണിയാണെങ്കിൽ ഞാൻ കലാപം മണിയാ. കലാപം മണിയോ? ബഹളം ഉണ്ടാക്കണം മണി.
എന്റെ പൊന്നു ചേട്ടാ, ദൈവം ചെയ്ത് ഈ പരിപാടി കൊളാക്കരുത്. നമുക്ക് ഈ പരിപാടി അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ അടിക്കണ കാര്യം നാട്ടുകാരേറ്റു, പിന്നെ പൊളിക്കണ കാര്യം അത് ഞാൻ ഏറ്റു. അല്ലെ നീ പരിപാടിയായിട്ടല്ല ഇങ്ങോട്ട് വന്നേക്കണേ. എന്തുട്ടൊക്കെ പരിപാടി നീ കാണിക്കാൻ പോണേ? ഇതിന് മിമിക്രി ഉണ്ട്, ഡാൻസ് ഉണ്ട്, നാടൻ പാട്ടുണ്ട്, അങ്ങനെ ലൊട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. നാടൻ പാട്ടുണ്ടല്ലേ? നീയല്ല ഈ നാടൻ പാട്ടിന്റെ വള്ളത്തോൾ കുമാരനാശാൻ. നിന്നെ ആരത് പഠിപ്പിച്ചേ? എന്റെ അച്ഛനാ. നിന്റെ അച്ഛന്റെ പേരെന്നാ? രാമൻ. അപ്പൊ നിന്റെ അമ്മയുടെ പേര് സീതാന്നാ? അല്ല. അല്ല, ഈ രാമനും സീതാരും നടുക്ക ഹനുമാന്റെ ഫേസ് ഉള്ളൊരു മോൻ, അതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. എന്റെ അമ്മയുടെ പേര് അമ്മനീന്നാ. അതവിടെ നിക്കട്ടെ. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 8 മക്കള്. 8 മക്കളോ? അപ്പൊ നിന്റെ അച്ഛനും തെറ്റ പണി? അച്ഛന് ഇത് തന്നെയാ പണി. പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നല്ലേ? തനിക്ക് വീടും കൂടിയില്ലടോ? വീടില്ല, പക്ഷെ കുടിയുണ്ട്. അതേ കുഴപ്പം. എന്താ കുഴപ്പം? നിനക്ക് എന്നെ കുടിയിരുത്താൻ പറ്റണ ചെറ്റേ? ചെറ്റേന്ന് വിളിക്കരുത്. എന്തേ വിളിച്ചത്? എന്തേടാ വിളിച്ചത്? കറകുറ്റി കുറ്റി അടിച്ചു വിളിക്കാൻ ധൈര്യമുള്ള അങ്ങോട്ട് കയറി വേണ. താനെ അങ്ങോട്ട് വരത്തരുത്. നീ ഇങ്ങോട്ട് വേണം. എന്തിനാണ് ചെയ്യാ? ഇങ്ങോട്ട് വേണ. ധൈര്യം ഇങ്ങോട്ട് വാ. ഇയാളെ ഞാനും എന്റെ സ്വഭാവം തനിക്ക് അറിയില്ല. കുറെ നേരം ഞാൻ സഹിക്കണത്. ഞാനിവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നീ അവിടെ ബോധം കെട്ട് വീഴും. നീ അവിടെ നിന്നാ എനിക്ക് നിന്നെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ. ബോധം കെട്ടുന്നോ? ആര് ബോധം കെട്ടു? അല്ല, നാട്ടുകാര് മുഴുവൻ പറഞ്ഞു കേട്ടതാ ഈ ഇടയ്ക്ക് നീ ബോധം കെട്ട് വീടുന്നു. പക്ഷെ ഞാൻ മാത്രം വിശ്വസിച്ചില്ല. എന്താ താൻ വിശ്വസിക്കാരുന്ന? തനിക്ക് വിശ്വസിക്കാരുന്നില്ല? നിനക്ക് ബോധം ഉണ്ടെങ്കിലല്ലേ ബോധം കെട്ട് വീഴുണ്ടോ? എടോ, താൻ ഇങ്ങനെ കുടിച്ചു മരിച്ച നാട്ടുകാർ മുഴുവൻ പറയില്ലേ താൻ കുടിച്ചു മരിച്ചെന്ന്? ഞാനൊരു ലോറി ഇടിച്ചാ മരിച്ചെന്നുണ്ടെങ്കിൽ നാട്ടുകാര് മുഴുവൻ പറയോ അവനൊരു ലോറി ഇടിച്ചാ മരിച്ചെന്ന്? അപ്പൊ നാട്ടുകാരുടെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ തന്നെ ഞാനും വടക്കേ വീട്ടിലെ ചർച്ചും തമ്മില് എന്തൂട്ടാ കാറ്റ് പോയില്ല. ഞാൻ അവളും തമ്മിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ആൻസർ ദ ഫോളോയിങ് ദ ക്വസ്റ്റ്യൻ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഓക്കേ. തന്റെ കയ്യിലിരിപ്പ് എന്താന്ന് ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? അപ്പോ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയേ? ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, താനിട്ട് നിർത്തുന്നുമില്ല. ഞാനൊന്നും തൊഴുതിട്ട് വരാം. എന്തായാലും താനുള്ള ഉത്സവ കമ്മിറ്റി ആഘോഷയുടെ പ്രസിഡന്റ്, താൻ തന്നെ ഉദ്ഘാടനം ചെയ്ത് താൻ അങ്ങോട്ട് പരിപാടി നടത്തിക്കോ. എനിക്ക് വേറെ പണിയുണ്ട്. ആളെ വിളിച്ച് കളിയാക്കാം. എടാ മണിയേ, നിന്റെ പണി എന്താന്ന് എനിക്കറിയാട്ടോ. അവന്റെ പണി എന്താന്ന് അറിയാമോ? സ്വന്തം ഭാര്യനെ പ്രകണ്ടാക്കിയവനവൻ. മനസ്സിലായ? ഗർഭം നമ്മള് മിണ്ടണ്ട. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. പക്ഷെ ഞാനായിട്ട് എന്റെ ഭാര്യനെ പ്രകണ്ടാക്കിന്നുള്ള ദുഷ്പേര് എനിക്കില്ല. ഞാൻ ആ കാര്യത്തിൽ ക്ലീനാ. ഓക്കെ. ഒരു പ്രത്യേക അറിയിപ്പ്. ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ബ്ലാക്ക് ലേബൽ പാക്കരൻ നിന്റെ അപ്പനാടാ. ഈ ഉത്സവ പറമ്പിൽ അലഞ്ഞു തിരിഞ്ഞു നടപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പുറകിലേക്ക് വരേണ്ടതാണ്. എന്തിനാണ് പുറകിലേക്ക് ആക്കണേ? സ്റ്റേജിന്റെ മുന്നിലേക്ക് തന്നെ വരണ. വരട്ടെ. അല്ല, ഈ ഉത്സവ ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞാൻ. സെക്രട്ടറിയും പ്രസിഡന്റ് എന്ത് വേണേലാക്കാം. ഇന്നത്തെ ഈ പരിപാടിയുടെ സകല കംപ്ലീറ്റ് ഇത് ഇൻചാർജ് എന്നെ ഏൽപ്പിച്ചേക്കണം. നേരത്തെ ഒരുത്തം വന്നിട്ടുണ്ടായി ഇവിടെ മണിയാന്ന് പറഞ്ഞിട്ട്. അവനൊന്നല്ല. എവിടെ പോയാലും എന്റെ മോച്ചായുള്ള കുറെ ആൾക്കാർ നമ്മളെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ അച്ഛൻ പറയും എനിച്ചിട്ട് അറിയില്ല എന്നും പറയും. എനിക്ക് ഇതിന്റെ ഈ എന്തിട്ടാണ് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇന്നത്തെ പരിപാടിയുടെ സകല ഇൻചാർജും ഞാനാണ്. നമ്മുടെ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാദിർഷ അവതരിപ്പിക്കുന്ന ഗാനലഹള. നാദിർഷ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ 2 കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കാൻ പറ്റതല്ലേ? ആ 2 കമ്മിറ്റിക്കാർ എവിടെ പോയി? അവരെടുത്ത് നിങ്ങൾ 2 കമ്മിറ്റിക്കാർ ചെല്ലണം. നാദിർഷയുടെ വീട്ടിൽ ചെല്ലേ. ആരാ? എന്താ? നാദൃശ്യല്ലേ? ഉണ്ടല്ലോ, അകത്ത് ഗാനമേള പ്രാക്ടീസ് ചെയ്യാ. 1 അങ്കല് നിർത്ത്, 2 അങ്കല് നിർത്ത്, 3 അങ്കല് എടുത്ത്, തക്കാളി നിർത്ത്. എങ്ങനെയുണ്ട്? ഓരോന്നും കറക്റ്റ് ആയിട്ട് ഞാൻ തടുത്തില്ലേ? അതാണ് മോനെ എന്റെ കഴിവ്. എന്നാലേ ധൈര്യം ഉണ്ടെങ്കിൽ മുട്ടം തടുത്തേ. മുട്ട. ഓ,
ഈ പ്രാക്ടീസ് എനിക്ക് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ എത്ര സ്റ്റേജിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെ തന്നെ. പോടുന്നുണ്ടി, നിനക്ക് ടൈമിംഗ് ഇല്ല. ഇങ്ങനെയാണ് കല്ലേറണ്. പിന്നെ നാട്ടുകാര് 1 2 3 പറഞ്ഞിട്ടല്ല കല്ലു ചെറിയണത്. കല്ലവിടുന്ന് തന്നെ അങ്ങനെ ഒന്നും ആർക്കും പറയാൻ പറ്റില്ലല്ലോ ചേട്ടോ. കറക്റ്റ്. അതുപോലെ തന്നെയാണ് പാട്ടിന്റെയും കാര്യം. എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു ആർക്കും പറയാൻ പറ്റില്ല മോനെ. ഇക്കാക്ക് പാട്ടിന് മാത്രല്ല ഇതിനും ടൈമിംഗ് ഇല്ല. കഷ്ടം. ആ പോണ ദുഷ്ട. നീ ഒരു ചെരുപ്പ് ഇങ്ങനെ എറിഞ്ഞേ. ഞാനത് വെറൈറ്റി ആയിട്ട് എങ്ങനെ തടുക്കുന്നു കാണിച്ചു തരാം. കമോൺ കമോൺ ഹറി അപ്പ്. കമോൺ. പോരട്ടെ പോരട്ടെ. മിടുക്കൻ, കലക്കി. നിന്റെ ഉന്നം കറക്റ്റ്. എന്നോടാണ് കളി. വേണ്ട മോനെ ദിനേശ. നാദർഷ, പരിപാടി തുടങ്ങാറായി, പോണ്ടേ? അയ്യോ സോറി, ഒരു മിനിറ്റ്, ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ചേക്കട്ടെ. അതെ, ഇക്ക ഒരു ഭാഗ്യപരീക്ഷണം വേണോ? പോടാ കുറങ്ങേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഈ പ്രോഗ്രാമിന് ഏത് ചെരുപ്പിടുന്നുള്ളൊരു കൺഫ്യൂഷനേ. നാദർഷ തൃപ്രയാർ ഗാനമേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നല്ലേ? അതെ, അവിടെ പരിപാടിയാണ് ഉണ്ടായിരുന്ന. ഞാനവിടെ പോയിട്ടുണ്ടായിരുന്നില്ല, എന്റെ അനിയനവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. അതെങ്ങനെ? ഞാനവന് വാങ്ങിച്ചു കൊടുത്ത ചെരുപ്പാണ് തന്റെ കയ്യിൽ ഇരിക്കണത്. അപ്പൊ നമുക്ക് പോവാല്ലേ? എന്നാ പിന്നെ ചേട്ടൻ നട്ടാ പോവാം. സ്റ്റേജിൽ നിന്ന് ആരെയോ കാലൊടിയോ? എന്താ ഇപ്പൊ പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നാണോ? അല്ല, ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അതിനെന്താ, വളരെ സന്തോഷം. ഇന്നത്തെ പരിപാടിയുടെ സംഘാടകരാ. നിന്റെ പരിപാടിയുടെ ഗുണം കൊണ്ട് നാട്ടുകാരെ സ്റ്റേജ് കത്തിച്ച് അതിന്റെ പരിഹാരം തരാണ്ട് നിന്നെ വിടൂല. എന്നെ കൊണ്ടുപോകുന്ന സംഘാടകർ എന്നെ രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ. ഇവരുടെ കാര്യം നിങ്ങൾ നോക്കിക്കോ. ഏതെങ്കിലും സ്റ്റേജിൽ വെച്ച് നിന്നെ ഞങ്ങൾ പിടിച്ചോ.